കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി നേതൃത്വത്തിൽ നടത്തുന്ന വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ആലപ്പുഴ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. CPI നേതൃത്വം കൊടുക്കുന്ന ഫെഡറേഷനും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കേരള കയർ ഗുഡ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും സംയുക്തമായിട്ടാണ് ഈ സമരരംഗത്തുള്ളത്. നിലവിൽ കയർ വ്യവസായത്തിലെ ഒരു സംവിധാനം എന്ന് പറയുന്നത് 2 വർഷം കൂടുമ്പോൾ ഈ വ്യവസായത്തിൽ ഉൽപ്പന്നത്തിന്റെ വില പുതുക്കി നിശ്ചയിക്കാറുണ്ട്, തൊഴിലാളികളുടെ കൂലി പുതുക്കി നിശ്ചയിക്കാറുണ്ട്. എന്നാൽ കഴിഞ്ഞ 2018 ശേഷം ഉൽപ്പന്നത്തിന്റെ വില വർദ്ധിച്ചിട്ടില്ല. കാര്യം ഞങ്ങൾ തന്നെ ഈ വ്യവസായത്തിൽ ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പരമാവധി ഉൽപ്പന്നത്തിന്റെ വില വർദ്ധിച്ചു പോയാൽ വ്യവസായത്തിന് തളർച്ചയുണ്ടാകുന്ന ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഞങ്ങളുമൊക്കെ സഹകരിച്ചത്. പക്ഷെ ഈ പറയുന്ന പോലെ കയറുൽപ്പന്നങ്ങളുടെ വില, കയറിന്റെ വില വർദ്ധിച്ചപ്പോൾ ഉൽപ്പന്നത്തിന്റെ വിലയും വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു. എന്നാൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ശരിയായ രൂപത്തിൽ ഒരു ഇടപെടൽ നടത്തുന്നതിന് അവർ തയ്യാറായിട്ടില്ല. ഇപ്പൊ കോർപ്പറേഷനാണ് PPSS നടത്തുന്നത്. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാര മേഖലയിൽ രൂപപ്പെട്ടുവരുന്ന പ്രതിസന്ധികൾക്കെതിരെ നടത്തുന്ന അതിശക്തമായ സമരങ്ങളുടെ ഭാഗമായി 2025 ഫെബ്രുവരി 13 പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായി വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന സെക്രട്ടറി ES ബിജു ക്യാപ്റ്റനായി കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയെ ജനുവരി 22 വൈകിട്ട് 3 മണിക്ക് തണ്ണീർമുക്കം ബണ്ടിൽ നിന്നും ജില്ലയിലേക്ക് സ്വീകരിക്കും. GSTയിലെ അപാകതകൾ പരിഹരിക്കുക, കെട്ടിട വാടകയിൽ ചുമത്തിയ 18% നികുതി പിൻവലിക്കുക, വിലക്കയറ്റം തടയുക, ഓൺലൈൻ വ്യാപാരം നിയമം മൂലം നിയന്ത്രിക്കുക തുടങ്ങിയ 14 വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ജാഥ പര്യടനം നടത്തുന്നത്. ജനുവരി 13 ആരംഭിച്ച ജാഥ സംസ്ഥാന പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. 25 തിരുവനന്തപുരത്ത് ജാഥ സമാപിക്കും. 22 വൈകിട്ട് 4 മണിക്ക് ചേർത്തലയിലും 5 മണിക്ക് മണ്ണഞ്ചേരിയിലും 6 മണിക്ക് ആലപ്പുഴയിലും സ്വീകരണം നൽകും. 23 രാവിലെ 10 മണിക്ക് കായംകുളത്തു നിന്നും ജാഥ പര്യടനം ആരംഭിക്കും. 11 മണിക്ക് ചാരുംമുട്ടിലും 12 ചെങ്ങന്നൂരിലും സ്വീകരണം നൽകും. വ്യവസായ സമിതി പ്രസിഡന്റ് MM ഷെരീഫ്, ട്രഷറർ PC മോനിച്ചൻ, സെക്രട്ടറി S ശരത്ത്, മണിമോഹൻ, KX ജോച്ചൻ, BS അഫ്സൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.